അഡ്വക്കേറ്റ് PM ആതിര, എന്തായാലും 2023 നാരി ശക്തി വന്ദൻ നിയമം വന്നു. 33% സംവരണം എന്നുള്ളത് ഭരണഘടനയുടെ മാൻഡേറ്റായി മാറി. 2029 അത് കൊടുക്കുകയും വേണം. ഈ നിയമം നിലവിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. സ്വമേധയാ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധന കൂടി നടത്തണമല്ലോ. ഇപ്പോൾ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കേരളത്തിലെ ഏതെങ്കിലും മുന്നണി 10% കൂടുതൽ സീറ്റിൽ, 33 പോട്ടെ, 10-ന് മുകളിൽ 2 അക്ക സംഖ്യയിൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇത് നിയമം വഴി നിലവിൽ വന്നാൽ മാത്രമേ ഏത് പുരോഗമന പാർട്ടി ആയാലും ആ നിലയ്ക്കുള്ള സമീപനം സ്വീകരിക്കൂ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള പ്രശ്നം കൂടി അവിടെ ഉണ്ട്. അല്ല, തീർച്ചയായും ഇതൊരു നിയമം മൂലമല്ലാതെ സാധിക്കില്ല എന്നുള്ളത് എത്രയോ കാലമായി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതല്ലാതെ സ്വമേധയാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ പങ്കാളിത്തം രാഷ്ട്രീയത്തിനകത്ത്, തെരഞ്ഞെടുപ്പിനകത്ത് വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാലം കൊണ്ട് തന്നെ. അതിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും വിജയസാധ്യത മാത്രം ഒരു പരിഗണനാ വിഷയമായിട്ട് വരുന്ന ഘട്ടത്തിൽ പലപ്പോഴും ഈ പറയുന്ന വിധം സ്ത്രീ പങ്കാളിത്തം എന്നുള്ളത് പിറകോട്ട് പോകുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളിൽ തോറ്റുപോയ 2 സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ ഒന്ന് ഷാനിമോൾ ഉസ്മാനായിരുന്നു പരാജയപ്പെട്ടത്, മറ്റൊന്ന് രമ്യ ഹരിദാസായിരുന്നു പരാജയപ്പെട്ടത്. കോൺഗ്രസ്സിന് അനുകൂലമായൊരു വൻ തരംഗം കേരളത്തിനകത്ത് വന്നപ്പോഴും സ്ത്രീകളായ 2 പേർ പരാജയപ്പെടുന്നു എന്നുള്ളത്, ഇതിൽ നിന്നൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ ജയസാധ്യത പരിശോധിക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് ജയസാധ്യത കുറവ് എന്നുള്ളൊരു ഇതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതിനെയും മറികടന്ന് അതിനേക്കാൾ മുന്നോട്ട് രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നത് അത്രയും പ്രതിസന്ധികളോട് പൊരുതി മുന്നോട്ട് വരാൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ അല്ലാതെ ഒരു പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്കുള്ള സ്ത്രീകളായിട്ട് കരുതുന്നുള്ളൂ. ആ വിമർശനം അവിടെയുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്നതിന് വേണ്ടി തന്നെയാണ് വിമൻ റിസർവേഷൻ. നമുക്കറിയാലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്ത് സ്ത്രീ റിസർവേഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനത്തിൽ എത്ര സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്? 1 സ്ത്രീ, കൂടിപ്പോയ 2 സ്ത്രീ, അതിനപ്പുറത്തേക്ക് ഉണ്ടായിരുന്നില്ല. അതിനപ്പുറം പകുതിയിലധികം ആളുകൾ വരാൻ നിയമം തന്നെ വേണം. കാരണം നമ്മുടെ നാടും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ അങ്ങേയറ്റം പിതൃദായക മൂല്യക്രമത്തിനകത്ത് ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിനെ മുറിച്ച് കടക്കാൻ പറ്റും വിധം നമ്മുടെ നാടിപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നിയമം സംവരണവും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത് ഡീലിമിറ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇത് നടപ്പിലാക്കാനൊക്കെ കഴിയുമായിരുന്നൊരു കാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പാർലമെൻറ്റിനകത്ത് എത്ര പ്രാവശ്യമാണ് ഈ ബില്ല് കൊണ്ടുവന്ന് പ്രഹസനം പോലെ അവതരിപ്പിച്ചിട്ട് പോയി കളഞ്ഞത്. എത്രയോ മുമ്പേ വരേണ്ടുന്നൊരു സംവരണം ഇക്കാലം അത്രയും അത് നടപ്പിലാക്കാതെ ഇരിക്കാനുള്ള സാങ്കേതികത്വം പറഞ്ഞ് ഇവിടം വരെ എത്തിച്ചത് കോൺഗ്രസ് എത്രമാത്രം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുടെ വിമർശനമൊക്കെ വളരെ ക്രിയേറ്റീവും കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിങ്ങനെ ആക്കി തീർക്കുന്നതിൽ കോൺഗ്രസ് വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതൊന്നുമല്ല. അപ്പോൾ ആ വിമർശനം കോൺഗ്രസും ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. അവർക്ക് വലിയ മെജോറിറ്റി ഉണ്ടായ കാലത്ത് പോലും എന്തുകൊണ്ടാണ് വനിതാ സംവരണം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് കൊണ്ടുവരാൻ സാധിക്കാതെ പോയി? ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, നമ്മളിപ്പോൾ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന വനിതാ സംവരണത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു. പാർലമെൻറ്റിനെ അകത്തും അത് അംഗീകരിക്കാൻ നിന്നു. വനിതാ സംവരണത്തിന് ഇനി ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിർക്കാനോ ഇവിടുത്തെ ഒരാൾക്കും ഉള്ളിൽ എതിർപ്പുണ്ടെങ്കിലും പുറമെ പ്രകടിപ്പിക്കാനോ കഴിയാത്തൊരാശയം തന്നെയാണ് വനിതാ സംവരണം എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ മറയാക്കിയിട്ട് ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ഈ നേരത്തെ അഭിലാഷ് എന്നെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് പല മേഖലകളെയും മായ്ച്ചു കളയും വിധമുള്ള ഒരു ഡീലിമിറ്റേഷനിലേക്ക്, ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുന്ന ഒരു ഡീലിമിറ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പം അതിൻ്റെ മുന്നിൽ ഒരു പഞ്ചസാര കൂട്ടുപോലെ മുന്നിൽ അകത്തുള്ള കയ്പ് ജനത്തെ അറിയിക്കാൻ വേണ്ടി പുറമെ കയ്യടി വാങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് വനിതാ സംവരണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞല്ലോ, BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, അങ്ങനെ ആരും ഇല്ലാണ്ടായി പോവില്ല, അങ്ങനെ ആരും മാഞ്ഞു പോവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പൗരത്വ നിയമ ഭേദഗതി വരുന്ന സമയത്തും എന്താണ് പറഞ്ഞത്? ആരെയും എക്സ്ക്ലൂഡ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ആരെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ള ഇത് നമ്മൾ കണ്ടല്ലോ. അപ്പം
ഈ ഹിഡൻ അജണ്ട ഇല്ലാത്ത ഒന്നാണ് BJP എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യത്തെ ഒബ്സർവ് ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, ഡീലിമിറ്റേഷനിലേക്ക് പോവാതെ, അതും 2011 സെൻസസ് വെച്ചിട്ടുള്ള ഡീലിമിറ്റേഷനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പുതിയ സെൻസസിലേക്ക് എത്തുന്നില്ല, അതിലേക്ക് വരുന്നില്ല. എന്തായാലും 2011 സെൻസസിന്റെ ഡീലിമിറ്റേഷൻ ഇല്ലാതെ വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് എന്ത് തടസ്സമാണ്, നിയമ തടസ്സമാണ്, എന്ത് ഭരണഘടനാപരമായിട്ടുള്ള തടസ്സമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അങ്ങനെ സീറ്റ് കൂട്ടിയിട്ട് മാത്രം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് സ്ത്രീ സംവരണം എന്നുള്ളത്. എത്രമാത്രം സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒന്നാണെന്നുള്ളതും കൂടി. ഇത് ഡീലിമിറ്റേഷൻ അതല്ലാതെ നടത്തണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. അതും വനിതാ സംവരണം തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് എന്തിന് എന്നുള്ളതിന് ഒരു രാഷ്ട്രീയ വിശദീകരണം തരാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റിനോ BJPക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനെ മറയാക്കിയിട്ട് അതിന്റെ അടിയിൽ കൂടെ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കി രാഷ്ട്രീയ ഇന്ത്യ അട്ടിമറിച്ച് ജനാധിപത്യ അട്ടിമറിക്കാനുള്ള ലക്ഷ്യം. അതിന് ഷുഗർ കോട്ട് ചെയ്യൽ മാത്രമാണ് വനിതാ സംവരണം എന്നുള്ളതാണ് കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട്.